CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സ്ട്രൈക്കറെ കൂടി സ്വന്തമാക്കി കഴിഞ്ഞു, അഥവാ അവസാന ചർച്ചയിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഏറ്റവും പുതിയ സൈനിങ്ങിനെ കുറിച്ചുള്ള അപ്ഡേറ്റും, കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെ കുറിച്ചുള്ള അപ്ഡേറ്റും, അതോടൊപ്പം തന്നെ പുതിയ സൈനിങ്ങും ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാണെന്ന തരത്തിലൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാൻ ശ്രമിക്കുക. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2025-26 സീസണിലായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുകയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇതാ ഒരു കിഡിലൻ സ്പാനിഷ് സ്ട്രൈക്കറെ സ്വന്തമാക്കിയിരിക്കുകയാണ്. 30 വയസ്സുകാരനായിട്ടുള്ള സെർജിയോ കാസ്റ്റലിനെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സ്വന്തമാക്കിയിട്ടുള്ളത്. ക്ലബ്ബ് നിലവിൽ താരവുമായി പ്രീ കോൺട്രാക്ട് ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് IFTWC ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ 2019-20 സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി കളിച്ചൊരു താരമാണ് ഇദ്ദേഹം എന്നുള്ളത്. ആ ഒരു സീസൺ താരം 9 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളോളം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഫ്രീ ഏജന്റ് ആയ സെർജിയോയെ ട്രാൻസ്ഫർ ഫീ ഒന്നും നൽകാതെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സ്വന്തമാക്കുന്നത്. താരം അവസാനമായി കളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സ്പാനിഷ് ക്ലബിന് വേണ്ടിയിട്ടാണ്. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി ഏതായാലും അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു താരത്തെ സ്വന്തമാക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് വെർത്താണോ എന്നുള്ളതാണ്. ഈ ഒരു താരത്തിന്റെ കുറച്ച് നെഗറ്റീവും കുറച്ച് പോസിറ്റീവുമാണ് ഇനി നമ്മൾ പറയുവാനും പോകുന്നത്. 2019-2020 സീസണിലാണ് താരം ജംഷഡ്പൂർ എഫ്സിയിലേക്ക് കളിക്കാൻ എത്തുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കരാറിൽ ഉണ്ടായിരുന്ന താരം അന്ന് ലോൺ വ്യവസ്ഥയിലായിരുന്നു ISL കളിച്ചിട്ടുമുണ്ടായിരുന്നത്. അന്ന് 11 മത്സരങ്ങളിൽ നിന്നും 7 ഗോളുകൾ നേടിയ താരം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം അത്ര മികച്ച പ്രകടനം ഒന്നും നമുക്ക് ആർക്കും കാണാൻ സാധിച്ചിട്ടുമില്ലായിരുന്നു. സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള മലാഗയ്ക്ക് വേണ്ടിയിട്ടാണ് താരം അവസാന സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ 14 മത്സരങ്ങളിൽ നിന്നായി താരത്തിന് ഒരൊറ്റ ഗോൾ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് താരം അവസാന സീസണിൽ ഫോമറ്റ് ആയിരുന്നു എന്നർത്ഥം. ഇതിനു മുമ്പ് ഗ്രീക്ക് ക്ലബ്ബായിട്ടുള്ള അനോർത്തോസിസ് എന്ന ക്ലബിലായിരുന്നു അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. 35 മത്സരങ്ങളിൽ നിന്നായി 16 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുമുണ്ടായിരുന്നു. 2024-25 സീസണിനെ അപേക്ഷിച്ച് ഇതൊരു ഭേദപ്പെട്ട കണക്ക് തന്നെയാണ്. അവസാന സീസണിൽ മോശം പ്രകടനമാണ് താരം നടത്തിയതെങ്കിലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ താരത്തിന്റെ പ്രകടനത്തിന് മാറ്റം സംഭവിക്കുമോ എന്ന് കണ്ടറിയേണ്ടത് തന്നെയുണ്ട്. കൂടാതെ തന്നെ താരത്തിന്റെ ഈ അവസാന ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം 3 ടീമുകളിൽ കളിച്ചിട്ടുമുണ്ട്. ഏതായാലും അതിൽ 2 ടീമുകളിൽ നിന്നും അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം, നിലവിൽ നല്ല രീതിയിൽ തന്നെ ഇഞ്ചുറിയൊക്കെ പറ്റിക്കൊണ്ട് ഫോം ഔട്ട് ആണ് താരം. പണ്ട് ജംഷഡ്പൂർ എഫ്സിയിൽ കളിച്ചപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ ഒരു താരം നിലവിൽ നല്ല രീതിയിൽ ഇഞ്ചുറിയൊക്കെ പറ്റിക്കൊണ്ട് ഫോം ഔട്ട് ആണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തുകയാണെങ്കിൽ അത് എത്രത്തോളം ബ്ലാസ്റ്റേഴ്സിന് ഉപകാരപ്പെടുമെന്നൊന്നും നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, നിലവിൽ ഒരുപാട് ദിവസങ്ങളായി ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും കാത്തിരിക്കുകയാണ് പുതിയ പരിശീലകനെ എന്നാണ് എത്തുക, പുതിയ പരിശീലകനെ കുറിച്ച് അറിയുവാനൊക്കെ വേണ്ടിയിട്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം മാർക്കസ് മർഗുലോ പുറത്തേക്ക് വിട്ട റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ മാർക്കസ് പറയുന്നത് വെറും 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒഫീഷ്യൽ ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വിടുമെന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകൻ ഒരു സ്പാനിഷ് പരിശീലകനാണ്, അഥവാ സ്പെയിനിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ ആയിട്ടും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പരിശീലകനെ കുറിച്ച് പുറത്തേക്ക് വിട്ടേക്കാം. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് അജാരിയ എന്നുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ താരത്തെ കുറിച്ചാണ്. 2024-25 സീസണിൽ ലോകത്തെ വിവിധ ലീഗ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകളും അസിസ്റ്റുകളും നേടിയവരുടെ പട്ടികയിൽ ISL നിന്നും ഒരു താരം. അത്ഭുതപ്പെടാനൊന്നുമില്ല, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ അലാദിൻ അജാരിയാണ് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ച ഏക ISL താരം എന്നുള്ളത്. ISL ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു താരം ഇത്തരത്തിലുള്ള കണക്കുകൾ ആദ്യ 10ൽ ഉൾപ്പെടുന്നത്. മുഹമ്മദ് സലാഹ്, ഹാരി കെയ്ന് തുടങ്ങിയ ലോക ഫുട്ബോളിലെ പ്രമുഖർ ഉൾപ്പെടുന്ന പട്ടികയാണ് അജാരിയ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. രസകരമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഹാരി കെയ്നും അജാരിയക്ക് പിന്നിൽ തന്നെയാണ്. ഏതായാലും ഇത് തന്നെയാണ് ആരാധകർക്ക് കൗതുകം ഉണർത്തുന്നതും. ലോകത്തിലെ വിവിധ ലീഗുകളുടെ നിലവാരം വ്യത്യസ്തപ്പെട്ടിട്ടുണ്ട് എങ്കിലും അജാരിയ പട്ടികയിൽ ഇടം പിടിച്ചത് ISLിന് അഭിമാനം തന്നെയാണ്. ഇതോടെ ലോക ഫുട്ബോളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അജാരിയയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയും ISLും എന്നുള്ളത്. ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനലിന് സബ്സ്ക്രൈബ്
ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.